ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ഈ ആയത്തിന്റെ ചെറിയ ഒരു സംക്ഷിപ്തമായ വിശദീകരണമാണ് ഉദ്ദേശിക്കുന്നത്. ഈ ആയത്ത് പരിചയം ഉണ്ടാകും. മാത്രമല്ല ഈ ദുആയും എല്ലാവർക്കും ഹിഫ്ളായിരിക്കും. എന്നിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്ര ഒരു പ്രാധാന്യം ഈ ദുആക്ക് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. അതിന്റെ കാരണം എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഫളലും ഖദറും, ഇതിന്റെ പ്രാധാന്യവും ഇതിന്റെ ശ്രേഷ്ഠതയും വേണ്ടത്ര പലരും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഈ ദുആയുടെ മഹത്വം മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ദിവസങ്ങളിലും നമുക്ക് കിട്ടുന്ന ഓരോ സമയങ്ങളിലും നമ്മുടെ ദുആകളിലുമൊക്കെ നിരന്തരമായി ഈ ദുആ നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ ദുആയുടെ ചില ഫളായിലുകൾ, ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്, അതിന്റെ ചെറിയ ഒരു വിശദീകരണം. ഒന്ന്, ഇതിന്റെ സബബുൻ നുസൂൽ, ചില ആയത്തുകൾക്ക് അവതരിപ്പിക്കപ്പെടാൻ ചില പശ്ചാത്തലങ്ങളുണ്ടാകും, ചില കാരണങ്ങളുണ്ടാകും. ഇതിന്റെ കാരണങ്ങളിൽ ഒന്ന് മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്, ജാഹിലിയ കാലഘട്ടത്തിൽ ദുനിയാവിന്റെ കാര്യങ്ങൾ മാത്രം അള്ളാഹുവിനോട് ചോദിക്കുന്ന ആളുകളുണ്ടായിരുന്നു. ആഖിറത്തിനെ കുറിച്ച് അവരൊന്നും പറയാറുണ്ടായിരുന്നില്ല. ലാ യദ്കുറൂന മിനൽ ആഖിറത്തി ശൈഅ. ആഖിറത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ അവർ അള്ളാഹുവിനോട് ചോദിക്കാറുണ്ടായിരുന്നില്ല, പറയാറുണ്ടായിരുന്നില്ല. അവരെ വിമർശിച്ചുകൊണ്ട് താക്കീത് ചെയ്തുകൊണ്ടാണ് 201 ആയത്ത് അവതരിപ്പിക്കപ്പെടുന്നത്. 200 ആയത്ത് ആ വിഷയം പറയുന്നുണ്ട്. നിങ്ങളത് തഫ്സീർ എടുത്തു നോക്കിയാൽ മതി. അതിനെ വിമർശിച്ചുകൊണ്ടും മുഅ്മിനീങ്ങളെ മദ്ഹ് ചെയ്തുകൊണ്ടുമാണ് 201 ആയത്ത് അവതരിപ്പിക്കപ്പെടുന്നത്. ദുനിയാവിന് വേണ്ടി മാത്രം ചോദിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് പരലോകത്ത് ഒന്നും തന്നെയില്ല, ഒരു നസീബുമില്ല, ഒരു ഖൈറുമില്ല എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നത് 201 ആയത്ത്, വമിൻഹും മൻ യഖൂലു, എന്നാൽ അവരുടെ കൂട്ടത്തിൽ ഇങ്ങനെ പറയുന്നവരുണ്ട്, റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന, ഞങ്ങളുടെ റബ്ബേ ഞങ്ങൾക്ക് ഈ ദുനിയാവിൽ ഹസനത്ത് നൽകണേ, വഫിൽ ആഖിറതി ഹസന, ആഖിറത്തിലും ഹസനത്ത് നൽകണേ, വഖിന അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുന്നവരും അവരുടെ കൂട്ടത്തിലുണ്ട്. ഇത് സത്യവിശ്വാസികളെ മദ്ഹ് ചെയ്തുകൊണ്ട് അവതരിപ്പിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സത്യവിശ്വാസികൾ ദുനിയാവിന് വേണ്ടി മാത്രം ചോദിക്കുന്നവരായിരിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് പരിശോധിക്കേണ്ടത് നമ്മളാണ്. പലരും ചോദിക്കാറുള്ളത് ദുനിയാവിന്റെ കാര്യങ്ങൾ മാത്രം. എന്നാൽ യഥാർത്ഥ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ വിമർശിച്ചുകൊണ്ട് യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ അവസ്ഥ ഖുർആൻ പറഞ്ഞത്, അവർ ദുനിയാവിലും ആഖിറത്തിലും ഹസനത്തിന് വേണ്ടി ദുആ ചെയ്യുന്നവരായിരിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ. 3 കാര്യങ്ങളാണ് ഈ ദുആയിൽ വന്നിട്ടുള്ളത്. ഇതിന്റെ ചെറിയ രൂപത്തിലുള്ള അർത്ഥം റബ്ബന, റബ്ബ്. റബ്ബ് എന്നുള്ളത് മലയാളത്തിലേക്ക് നമ്മൾ തർജ്ജമ ചെയ്യുമ്പോൾ രക്ഷിതാവ്, ഒരിക്കലും ആ അർത്ഥം പൂർണ്ണമായ ഒരർത്ഥമല്ല. റബ്ബ് എന്നുള്ളത് റബൂബിയ്യത്തിന്റെ ഭാഗമാണ്. തൗഹീദിനെ ഉലമാക്കള് 3 വിഭജിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇത് റബൂബിയ്യത്ത്. റബ്ബ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പ്രധാനമായിട്ടും 3 ആശയങ്ങളാണ്. ആ 3 ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് റബ്ബ്. ആ 3 ആശയങ്ങൾ, ഒന്ന്, റബ്ബ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അൽ ഖാലിഖ്, 2 അൽ മാലിക്, 3 അൽ മുദബ്ബിർ. ഈ 3 ആശയങ്ങൾ, വമ്പിച്ച 3 ആശയങ്ങൾ. ഖാലിഖ് ആരാണോ, മാലിക് ആരാണോ, മുദബ്ബിർ ആരാണോ,
ഈ മൂന്ന് ആശയങ്ങളും ദ്യോതിപ്പിക്കുന്ന ഒരു പദമാണ് റബ്ബ്. അവനാണ് റബ്ബ്. അവനല്ലാത്ത മറ്റൊരു ഖാലിഖില്ല, അവനല്ലാത്ത മറ്റൊരു മാലിക്കില്ല, അവനല്ലാത്ത മറ്റൊരു മുദബ്ബിറില്ല. ഈ മൂന്ന് കാര്യങ്ങളും ഈ മൂന്ന് ആശയങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് റബ്ബ്. അതൊരിക്കലും നമ്മൾ മലയാളത്തിലേക്ക് രക്ഷിതാവ് എന്ന് തർജ്ജമ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒന്നല്ല. ഈ മൂന്ന് ആശയങ്ങളും അതിലുണ്ട്. അപ്പൊ ഇതാണ് റബൂബിയത്ത്. അപ്പൊ യഥാർത്ഥത്തിലുള്ള ഖാലിഖ്, യഥാർത്ഥത്തിലുള്ള മാലിക്, യഥാർത്ഥത്തിലുള്ള മുദബ്ബിർ, അവനാണ് റബ്ബ്. ആ റബ്ബിനാണ് ഇബാദത്തുകൾ കൊടുക്കേണ്ടത്. അതാണ് ഉലൂഹിയത്ത്, തൗഹീദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അപ്പൊ ഈ റബ്ബായിട്ടുള്ളവൻ, ഖാലിഖായിട്ടുള്ളവൻ, മാലിക്കായിട്ടുള്ളവൻ, മുദബ്ബിറായിട്ടുള്ളവൻ, എല്ലാ കാര്യങ്ങളിലും ആ റബ്ബിനാണ് ഇബാദത്തിന്റെ എല്ലാം കൊടുക്കേണ്ടത്. അതാണ് ഉലൂഹിയത്ത് എന്ന് പറയപ്പെടുന്ന ഭാഗം. ഇത് റബൂബിയത്താണ്. അപ്പൊ റബ്ബ് എന്നുള്ളത് പ്രധാനപ്പെട്ട അള്ളാഹുവിന്റെ ഒരു ഇസ്മാണ്. റബൂബിയത്ത് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ആമായിട്ടുള്ള റബൂബിയത്തുണ്ട്, ഖാസായിട്ടുള്ളതുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പിന്നീടൊന്ന് വിശദീകരിക്കാവുന്നതാണ്. റബ്ബന, ഇത് നിദാണ്, നിദാ, യാ റബ്ബി, യാ അല്ലാഹ് എന്നൊക്കെ പറയുന്നത് പോലെ അള്ളാഹുവിനെ വിളിക്കുകയാണ്. റബ്ബന, റബ്ബന, ഞങ്ങളുടെ റബ്ബെ. അപ്പൊ റബ്ബ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ മൂന്ന് ആശയങ്ങളും നമ്മുടെ മനസ്സിലേക്ക് വരണം. ഇതിങ്ങനെ മൂന്നാശയങ്ങളല്ല, പലതും ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. ഞാനീ പറഞ്ഞത് മൂന്നെണ്ണം ഇബ്നു ഉസൈമീൻ അദ്ദേഹത്തിന്റെ പല ഗ്രന്ഥങ്ങളിലും വിശദീകരിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ ചെറിയൊരു ബുക്ക് നമുക്ക് കിട്ടും, അഖീദത്തു അഹ്ലുസുന്ന വൽ ജമാഅ. അതിൽ അദ്ദേഹം അഹ്ലുസുന്നന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആദർശങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ ഈ റുബൂബിയത്തിനെ അദ്ദേഹം വിശദീകരിക്കുമ്പോൾ ഈ മൂന്ന് ആശയങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അത് റഫറൻസിന് വേണ്ടി അത് സൂചിപ്പിച്ചു എന്ന് മാത്രം. റബ്ബന, ആത്തിന, ആത്തിന എന്നുള്ളത് ആത്തിന മദ് കൊടുത്തുകൊണ്ട് വായിക്കണം. അതിന്റെ അർത്ഥം ആഅ്തിന, ആഅ്തിന, ഞങ്ങൾക്ക് നൽകണേ എന്നുള്ളതാണ്. റബ്ബന ആതിന ഫിദ്ദുനിയ, ഈ ദുനിയാവിൽ ഞങ്ങൾക്ക് നൽകണേ എന്നുള്ളതാണ്. ഫിദ്ദുനിയ, ദുനിയാവ്, ദുനിയാവ്, ഈ ദുനിയാവിൽ ഞങ്ങൾക്ക് നൽകണേ. ദുനിയാവിന് ആ പേര് കിട്ടാനുള്ള രണ്ട് കാരണങ്ങൾ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. അത് ദുനൂവിൽ നിന്നുണ്ടായതാണ്. ദുനൂവ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ദാനിയത്തുൻ സമനൻ, രണ്ട് ദാനിയത്തുൻ മർത്തബത്തൻ. ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ പല ശർഹകളിലും ഈ ദുനിയാവിനെ വിശദീകരിച്ചിട്ടുണ്ട്. അത് ദുനൂവിൽ നിന്നുണ്ടായതാണ്. അങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ദുനൂബി മർത്തബിഹ, മർത്തബിഹ അതിന്റെ മർത്തബത്ത്, അതേപോലെ ദുനൂബി സമനിഹ, സമന് അതിന്റെ കാലം, അതിന്റെ സമയം, മർത്തബത്ത് അതിന്റെ സ്ഥാനം. അതൊന്നുകൂടി അദ്ദേഹം വിശദീകരിച്ച് പറഞ്ഞു. അന്നഹ ദിന മിനൽ ആഖിറ ലിഅന്നഹ ഖബ്ലഹ. അതിന്റെ സമന് കൊണ്ട് പറയുകയാണെങ്കിൽ ദുനിയാവ് എന്നുള്ളത് ആഖിറത്തിന്റെ തൊട്ട് മുമ്പുള്ളതാണ്, ആഖിറത്തിന്റെ അടുത്ത് നിൽക്കുന്നതാണ്. ഇതിന് ഒരുപാട് ശർഹുകളുണ്ട്. അതുകൊണ്ട് ദുനിയാവിനെ കുറിച്ച് ദുനിയാവ് എന്ന് പറഞ്ഞു. ആഖിറത്തിന്റെ മുമ്പ് ദുനിയാവ്, ആഖിറത്തിന്റെ മുമ്പ് വരുന്നതാണ്, ആഖിറത്തിനോട് അടുത്ത് നിൽക്കുന്നതാണ്. അന്നഹ ദനിയത്തുൻ ലൈസത്ത് ബിശൈഇൻ ബിനിസ്ബത്തിൽ ആഖിറ. രണ്ടാമത് പറയാനുള്ള കാരണം അതിന്റെ മർത്തബത്ത് വെച്ച് നോക്കുമ്പോൾ ദുനിയാവിന്റെ അവസ്ഥ എന്നുള്ളത് എന്താ, പരലോകത്തെ അപേക്ഷിച്ച് ദുനിയാവ് എന്നുള്ളത് വളരെ നിസ്സാരമാണ്. ഈ രണ്ട് കാരണങ്ങൾ ഇബ്നു ഉസൈമീനെ പോലുള്ള ആളുകൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ റബ്ബന ആതിന ഫിദ്ദുനിയ, ഈ ദുനിയാവിൽ ഞങ്ങളുടെ റബ്ബെ ഞങ്ങൾക്ക് നീ നൽകണേ. ഹസനത്തൻ, ഹസനത്ത് നൽകണേ. അതിന്റെ ശർഹ് ഞാൻ പറഞ്ഞുതരാം. വഫിൽ ആഖിറതി ഹസന, പരലോകത്ത് ഞങ്ങൾക്ക് ഹസനത്ത് നൽകണേ. വഖിന അദാബന്നാർ, വഖിന, ഇതിന് ഫിഅൽ ഏതാണ്? വഖിന എന്നുള്ളതില് ഫിഅൽ ഏതാണ്? വാവും കാഫും ആണോ ഫിഅല്? വഖിന, വാവ് കാഫ് അതാണോ ഫിഅല്? അല്ല, അവിടെ ഖി എന്നുള്ളതാണ് ഫിഅല്. വാവ് എന്താണ്? അത്ഫിന്റെ വാവാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. വഖിന എന്നുള്ളത് വാവ് അത്ഫാണ്, മറ്റേതിലേക്ക് അത്ഫ് ചെയ്തുകൊണ്ട് പറയാണ്. ദുനിയാവിൽ ഞങ്ങൾക്ക് ഹസനത്ത് നൽകണേ, ആഖിറത്തിൽ ഞങ്ങൾക്ക് ഹസനത്ത് നൽകണേ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണം. അവിടെ വാവ് അത്ഫിന്റെ വാവാണ്. പിന്നെ അവിടെ പദം എന്താണ്? ഖൈ, വഖാ, ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്നുള്ളതാണ്. അവിടെ ഇല്ലത്തിന്റെ അർഫിനെ എന്ത് ചെയ്തു? കളഞ്ഞു. അതുകൊണ്ട് ഖൈ വഖിന അദാബന്നാർ, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണേ. അവിടെ ഫിഅല് ഖൈ എന്നുള്ളതാണ് ഫിഅല്. അപ്പൊ ഇതാണ് ഇതിന്റെ ചുരുക്കത്തിലുള്ള അർത്ഥം.
ഇനി ഇതിന്റെ വിശദീകരണമാണ് നമുക്ക് നോക്കാനുള്ളത്. ഒന്ന്, ഇതിന്റെ പ്രാധാന്യം. ഈ ദുആനെ പണ്ഡിതന്മാർ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു പ്രത്യേക വകുപ്പിലാണ്. അതായത് മിൻ ജവാമിഇ ദുആഇ, ദുആകളിൽ ജാമി ആയി വന്നിട്ടുള്ള ദുആകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആകളെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരത്തെ കുറിച്ച് പറയുമ്പോൾ കാണാം. ഈ ദുആന്റെ ഒന്നാമത്തെ പ്രത്യേകത മിനൽ അദ്ഇയത്തിൽ ജാമിയ, ജാമിഅത്തായി വന്നിട്ടുള്ള ദുആകളിൽപ്പെട്ട ഒരു ദുആയാണ് ഈ ദുആ. എന്താണ് ഈ ജാമിഅത്തായിട്ടുള്ള ജവാമി ആയിട്ടുള്ള ദുആകളിൽ പെട്ടതാണെന്ന് പറയാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടാണ് അതങ്ങനെ പറയുന്നത്? ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഒരു ഹദീസ് ആയിഷത്ത് റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്നഹു കാന യസ്തഹിബ്ബു അൽ ജവാമിഅ മിനദ് ദുആഇ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആകളിൽ നിന്നും ജാമിഅകളെ ഇഷ്ടപ്പെട്ടിരുന്നു. യസ്തഹിബ്ബു ജവാമിഅ മിനദ് ദുആഇ, ദുആകളിൽ നിന്നും ജവാമികളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിരുന്നു. വയദഉ മാ സിവാ ദാലിക, അതല്ലാത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കുകയും ചെയ്യുമായിരുന്നു. അപ്പൊ മിനൽ അദ്ഇയത്തിൽ ജാമിയ എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് ഷർഹുകൾ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരത്തെ കുറിച്ച് പറയുമ്പോൾ അത് എന്ത് പറയും? അത് ജവാമികളിൽപ്പെട്ട സംസാരമാണെന്ന് പറയും. അതേപോലെ തന്നെ ഈ ദുആകൾ ഉലമാക്കൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതും മിനൽ അദ്ഇയത്തിൽ ജാമിയത്തി എന്നുള്ള വകുപ്പിലാണ്. അതിന് ഉദാഹരണം കൊണ്ടുവന്നിട്ടുള്ളത് ഒന്ന് ഈ ദുആയാണ്. 201 ആയത്ത് റബ്ബന ആതിന ഫിദ്ദുനിയ, ഹദീസില് അതില് അല്ലാഹുമ്മ എന്നുകൂടി വന്നിട്ടുണ്ട്. അല്ലാഹുമ്മ ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ദുആ. അതിന്റെ ഒരു ഷറഹ് മനസ്സിലാക്കേണ്ടത്, ഒന്ന്, ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും എല്ലാ നന്മകളും ചോദിക്കുന്ന, എല്ലാ ആശയങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ദുആ. ദുനിയാവിൽ എന്തെല്ലാം ഖൈറുകളുണ്ടോ, നന്മകളുണ്ടോ, ആ നന്മകളൊക്കെ നമ്മൾ ഈ ദുആയിൽ ചോദിക്കുകയാണ്. അതേപോലെ തന്നെ ആഖിറത്തിൽ എന്തെല്ലാം നന്മകൾ നമുക്ക് കിട്ടേണ്ടതുണ്ടോ, ആ നന്മകളൊക്കെ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുക. അടിസ്ഥാനപരമായി നരകത്തിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുക. ഈ പറഞ്ഞതെല്ലാം ചോദിക്കുന്ന ഒരു ദുആയാണ് ഒന്ന്. രണ്ടാമത്തെ ഒരു വ്യാഖ്യാനം സാധാരണ പറയാറുള്ളത് എന്താ വെച്ചാല് ലഫ്ലുഹു ഖലീല വമഅനാഹു കസീറ, വളരെ ചുരുങ്ങിയ ലഫ്ലുകൾ, 1, 2, 3 പദങ്ങൾ, എന്നാൽ അതിന്റെ ആശയം വമഅനാഹു കസീറ, വമ്പിച്ച ആശയം, ധാരാളം. അതിലിങ്ങനെ ആശയം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരിക്കും. പക്ഷെ പദങ്ങൾ വിരലെണ്ണാവുന്ന പദങ്ങളായിരിക്കും. അതിന്റെ ആശയം മഹത്തരമായിരിക്കും. അത്തരത്തിലുള്ള പദങ്ങൾ, അത്തരത്തിലുള്ള ദുആകൾ, ആ ദുആകളിൽപ്പെട്ട ഒരു ദുആയാണേത്? റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ എന്നുള്ള ദുആ. അതാണ് ഇതിന്റെ ഒന്നാമത്തെ പ്രത്യേകത. ഈ ഹദീസിനെ ഷറഹ് ചെയ്തുകൊണ്ട് അവനുൽ മഅബൂദിൽ, അതായത് അബൂദാവൂദിന്റെ ഷറഹിൽ വിശദീകരിച്ചിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ അൽ ജാമിയത്തു ലിഖൈരി ദുനിയ വൽ ആഖിറ, ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും മുഴുവൻ ഖൈറുകളും ചോദിക്കുന്ന സമ്മേളിച്ചിട്ടുള്ള ദുആ. വഹിയ മാ കാന ലഫ്ലുഹു ഖലീല വമഅനാഹു കസീറ, അതിന്റെ ലഫ്ലുകൾ ചുരുക്കം ചില പദങ്ങളായിരിക്കും, അതിന്റെ ആശയം ധാരാളം ഉണ്ടായിരിക്കും. കമാ ഫി ഖൗലിഹി തആല, അള്ളാഹുവിന്റെ ഖൗല് പോലെ റബ്ബന ആതിന ഫിദ്ദുനിയ എന്നുള്ളത് ഇതിന്റെ തഫ്സീറിൽ അദ്ദേഹം വിശദീകരിക്കുകയാണ്. എന്നാൽ ഇതിന് വേറെയും ഷറഹുകളുണ്ട്. പക്ഷെ നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെടുന്നത് ഇതാണെന്ന് മാത്രം. അപ്പൊ ഒന്ന്, ഇതെന്താണ്? മിനൽ അദ്ഇയത്തിൽ ജാമിഅ. ഇത്തരത്തിലുള്ള ദുആകള് പ്രത്യേക ഉത്തരം കിട്ടുന്ന ദുആകളാണ്. ഇത്തരത്തിലുള്ള ദുആകളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത്, ദുആ ചെയ്യാറുണ്ടായിരുന്നത് എന്നുള്ളതാണ് ആ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി രണ്ടാമത്തത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ദുആ ചെയ്തിരുന്ന ഒരുപാട് ദുആകളുണ്ട്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, എല്ലാ രംഗങ്ങളിലും, സമയങ്ങളിലുമൊക്കെ നിരന്തരമായി ചെയ്യേണ്ട, നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ട ദുആകളെ കുറിച്ച് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ദുആ ചെയ്തിരുന്നത് ഈ ദുആയായിരുന്നു. ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അയ്യു ദഅവത്തിൻ കാന യദ്ഉ ബിഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്തറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ദുആ ചെയ്തിരുന്നത് ഏതൊരു പ്രാർത്ഥനയായിരുന്നു? ഏതൊരു ദുആയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്നത്? ഖതാദ അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. ഖാല,
അനസ് റളിയല്ലാഹു പറഞ്ഞു, കാന അക്സറു ദഅവത്തിൻ യദ്ഉ ബിഹാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിരുന്നതിൽ ഏറ്റവും കൂടുതൽ ദുആ ചെയ്യാറുണ്ടായിരുന്നത് യഖൂലു, പറയുമായിരുന്നു, അല്ലാഹുമ്മ ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. ഈ ദുആയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത്. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? വഹീ കിട്ടുന്ന, എല്ലാ പാപങ്ങളും പുറത്തു കൊടുത്ത, വരാനിരിക്കുന്നതും കഴിഞ്ഞുപോയതുമായ ഇതിന്റെ പ്രാധാന്യം, ഇതിന്റെ ഫളായിലുകളും ഖദറും മക്കാനത്തും ഒക്കെ പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ദുആ ചെയ്തിരുന്ന ഒന്ന് ഈ ദുആയാണ്. അല്ലാഹുമ്മ ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ഖുർആനിലെ ആയത്തിലും ആ ദുആയിലും വന്നിട്ടുള്ള ചെറിയൊരു മാറ്റം എന്താ? റബ്ബന എന്നുള്ളതിന് പകരം ഇതിൽ അല്ലാഹുമ്മ ആതിന. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ദുആ ചെയ്തു. ഇത് സലഫുകളും അങ്ങനെ തന്നെ പോകുന്നു. അനസ് റളിയല്ലാഹുവിനെ കുറിച്ച് ആ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് പറയുന്നു. ഇത് ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ അതിന്റെ ബാക്കി ഭാഗത്ത് കാണാം, വകാന അനസുൻ ഇദാ അറാദ അൻ യദുഅ ബിദഅവത്തിൻ ദഅ ബിഹാ ഫൈദാ അറാദ അൻ യദുഅ ബിദുആഇൻ ദഅ ബിഹാ ഫീഹി. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. അനസ് റളിയല്ലാഹു അൻഹു ഒരു ദുആ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അദ്ദേഹം ഈ ദുആ ചൊല്ലുക. ഇത് രണ്ട് ആവർത്തിച്ചതല്ല. വകാന അനസുൻ ഇദാ അറാദ അൻ യദുഅ ബിദഅവത്തിൻ ദഅ ബിഹാ ഫൈദാ അറാദ അൻ യദുഅ ബിദുആഇൻ ദഅ ബിഹാ ഫീഹി. ഇത് രണ്ടും ആവർത്തിച്ചു വന്നതല്ല. പിന്നെന്താ? രണ്ട് കാര്യങ്ങളാണ്. അത് ഒറ്റടിക്ക് വായിച്ചാൽ തോന്നുന്നത് എന്താണ്? ആവർത്തിച്ചത് തോന്നും. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ രീതിയാണ് ഈ ഹദീസിൽ വിശദീകരിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ. ഒന്ന് പറഞ്ഞെന്താ വെച്ചാല്, ഒരു ദുആ ചൊല്ലണം. അനസ് റളിയല്ലാഹു ഏത് ചെയ്യും? അല്ലാഹുമ്മ ആതിന ഫിദ് ദുനിയ ഹസന, ഈ ദുആ ചെയ്യും. ഇനി അനസ് റളിയല്ലാഹുവിന് വേറൊരു ദുആ ചെയ്യണം. ആ ദുആയിലും അദ്ദേഹം എന്ത് ചെയ്യും? ഇതെന്താ ആഡ് ചെയ്യും. ഇതാണ് ഇതിന്റെ മഹത്വം. അദ്ദേഹത്തിന് വേറെന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ദുആ ചെയ്യണം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും അള്ളാഹുവിനോട് ചോദിക്കാനുണ്ട്, അദ്ദേഹം എന്ത് ചെയ്യും? യാ റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന, അതിലേക്ക് കൂട്ടിച്ചേർക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ എല്ലാ ദുആയിലും, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അധിക ദുആയും എന്തായിരുന്നു? അല്ലാഹുമ്മ ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. ഇത് സ്വഹീഹ് മുസ്ലിമിന്റെ റിപ്പോർട്ടാണ്. ഒരിക്കൽ അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് ബസറയിൽ നിന്ന് കുറച്ചാളുകൾ വന്നു. ബസറയിൽ നിന്ന് അങ്ങനെ അവരുമായിട്ട് കുറെ കാര്യങ്ങൾ സംസാരിച്ചു. അതിന്റെ വേറെ ചില റിവായത്തുകളിൽ കാണാം, അവർ വന്ന സന്ദർഭത്തിൽ പല റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. ചിലതിൽ ചിലതുണ്ട്, ചിലതിൽ ചിലതില്ല. ഇത് ഇബ്നു അബി ഹാത്തിം റഹ്മത്തുള്ളാഹിയുടെ റിപ്പോർട്ടാണ്. ഇബ്നു കസീറൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അതിൽ കാണാം, അബ്ദുസ്സലാം ഇബ്നു ഷദ്ദാദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയണം, കുൻതു ഇൻദ അനസ് ഇബ്നു മാലിക്, ഞാൻ അനസ് റളിയല്ലാഹുവിന്റെ അടുത്തുണ്ടായിരുന്നു. ഫഖാല ലഹു സാബിത്ത്, അദ്ദേഹത്തോട് സാബിത്ത് പറഞ്ഞു, ഇന്ന ഇഖ്വാനക യുഹിബ്ബൂന അൻ തദ്ഉഅ ലഹും, അതായത് ആ വന്ന ആളുകൾ, അന്നില്ല വേറെ റിവായത്തുകളിലാണ്, അവർക്ക് വേണ്ടി താങ്കൾ പ്രാർത്ഥിക്കണം, അത് അവരിഷ്ടപ്പെടുന്നു, അവരാഗ്രഹിക്കുന്നു. ഫഖാല, അദ്ദേഹം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. വന്ന ആളുകൾക്ക് വേണ്ടി അദ്ദേഹത്തിന് ദുആ ചെയ്തു. വതഹദ്ദസു സഅതൻ ഹത്താ ഇദാ അറാദു അൽ ഖിയാം, അങ്ങനെ കുറച്ചു നേരം അവനിങ്ങനെ സംസാരിച്ചിരുന്നു. അവർ പോകാൻ വേണ്ടി എഴുന്നേറ്റു. ഖാല യാ അബാ ഹംസ ഇന്ന ഇഖ്വാനക യുരീദൂന അൽ ഖിയാമ ഫദ്ഉ ലഹും, അദ്ദേഹത്തോട് പറഞ്ഞു, അവർ പോകാൻ ഉദ്ദേശിക്കുകയാണ്, അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി ദുആ ചെയ്താൽ. അനസ് റളിയല്ലാഹു പറഞ്ഞു, തുരീദൂന അൻ യുശഖ്ഖിഖ ലക്കുമുൽ ഉമൂറ ഇദാ ആതാകുമുല്ലാഹു ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വവഖാകും അദാബന്നാരി ഫഖദ് ആതാകുമുൽ ഖൈറ കുല്ലഹ. നിങ്ങൾ എന്താണ് ഈ ചോദിക്കുന്നത്? അള്ളാഹു നിങ്ങൾക്ക് ഈ ദുനിയാവിൽ ഹസനത്ത് നൽകിയാൽ, ആഖിറത്തിലും ഹസനത്ത് നൽകിയാൽ, നരകത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുകയും ചെയ്താൽ, ഫഖദ് ആതാകുമുൽ ഖൈറ കുല്ലഹ, അവൻ എല്ലാ ഖൈറുകളും നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഇനി ഞാൻ വേറെന്താ ദുആ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ദുനിയാവിലെ ഹസനത്ത് കിട്ടി, ആഖിറത്തിലെ ഹസനത്ത് കിട്ടി, നരകത്തിൽ നിന്ന് അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്തു, എല്ലാ ഖൈറുകളും നിനക്ക് കിട്ടി. ആ എല്ലാ ഖൈറുകളും കിട്ടുന്ന ഒരു ദുആയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തത്. ഇനി എന്താണ് നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നത്, പ്രയാസപ്പെടുത്തുന്നത്?
ഇതിന്റെ വേറെ ചില റിവായത്തുകളിൽ നേരത്തെ പറഞ്ഞ ബുഖാരി അദബുൽ മുഫ്രദില് ഉദ്ധരിച്ചിട്ടുള്ളത് ചെറിയൊരു മാറ്റം, ഫസ്തസാദൂഹു ഫഖാല മിസ്ലഹ. വന്നാളുകൾക്ക് വേണ്ടി അദ്ദേഹം അത് ദുആ ചെയ്തു. അവര് വീണ്ടും പറഞ്ഞു, വീണ്ടും ഇത് കാരണം നമ്മളൊക്കെ അങ്ങനെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളത്. റബ്ബനാതിനാ നമ്മൾ ചെറുപ്പം മുതലേ മദ്രസയിൽ നിന്ന് പഠിച്ചു പോരുന്ന ഒരു ദുആയിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ അതിന്റെ ആശയം മനസ്സിലാക്കുന്നില്ല. റബ്ബ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞതുപോലെ ഇതിന്റെ ഫദലും ഖദറും മക്കാനത്തും മനസ്സിലാക്കിയിട്ടില്ല. അത് മനസ്സിലാക്കിയത് കൊണ്ട് സലഫുകൾ അത് അവരുടെ ജീവിതത്തിൽ വർദ്ധിപ്പിച്ചു. അങ്ങനെ അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ഇത് പ്രാർത്ഥിച്ചു കൊടുത്തപ്പോൾ അവർക്കത് പോരാതെ തോന്നി. നമുക്കും അങ്ങനെയാണല്ലോ, ഇത് സാധാരണ നമ്മൾ ചൊല്ലി വരാറുള്ള ഒരു ദുആ. അങ്ങനെ വീണ്ടും അവര് വർദ്ധനവ് ചോദിച്ചപ്പോ അദ്ദേഹം അതേപോലെ തന്നെ പറഞ്ഞു. എന്നിട്ട് അതിന്റെ വാചകങ്ങൾ ഇൻ ഊതീതും ഹാദാ ഫഖദ് ഊതീതും ഖൈറദ് ദുനിയാ വൽ ആഖിറ. ഇത് നിങ്ങൾക്ക് നൽകപ്പെട്ടാൽ, ഈ ആയത്തിൽ പറഞ്ഞ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഹദീസിൽ പറഞ്ഞ ഈ മൂന്നെണ്ണം ഇത് നിങ്ങൾക്ക് നൽകപ്പെട്ടാൽ ഫഖദ് ഊതീതും ഖൈറദ് ദുനിയാ വൽ ആഖിറ, ആഖിറത്തിലെയും ദുനിയാവിലെയും ഖൈറുകളൊക്കെ നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അനസ് റളിയല്ലാഹു അൻഹു അവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ദുആ ചെയ്തിരുന്ന ഒരു ദുആ. രോഗികളുണ്ടോ, അവർ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ടോ, പറ്റ ദുർബലരായിട്ടുണ്ടോ, ഈ ദുആ ചൊല്ലിയാൽ മതി. വേറെ ഒരുപാട് ദുആകൾ നമ്മൾ ചൊല്ലാറുണ്ടാവും, അതൊക്കെ ചൊല്ലുമാണ്. പക്ഷെ ഈ ദുആക്ക് അതിന്റേതായ ഒരു പ്രത്യേകത ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നടന്നൊരു സംഭവം. അദ്ദേഹം ഒരു രോഗിയെ സന്ദർശിച്ചു. അനസ് റളിയല്ലാഹുവിൽ തന്നെയുള്ള റിവായത്താണ്. ആദ റജുലൻ മിനൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളിൽപ്പെട്ട ഒരു രോഗിയെ സന്ദർശിച്ചു. ഖദ് ഹഫത ഫസാറ മിസ്ലൽ ഫർഖി. ഖദ് ഹഫത, ഹഫത എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ളഅഫ. മിസ്ലൽ ഫർഖി, രോഗം കൊണ്ട് ക്ഷീണിച്ച അയാൾ ഫർഖ് പോലെ ആയി തീർന്നിട്ടുണ്ട്. ഫർഖ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് വലതുത്വയം, പക്ഷിക്കുഞ്ഞിനാണ് ഫർഖ് എന്ന് പറയുന്നത്. ഈ രോഗം കൊണ്ട് അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫർഖ് പോലെ ആയി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ശരീരം നന്നായി മെലിഞ്ഞൊട്ടിയിട്ടുണ്ട്, ദുർബലനായിട്ടുണ്ട്. അയാൾ ആരോഗ്യപരമായിട്ട് ദുർബലനായിട്ടുണ്ട്, നന്നായി ശരീരം മെലിഞ്ഞിട്ടുണ്ട് രോഗം കൊണ്ട്. അതാണ് അങ്ങനെ പറയാനുള്ള കാരണം. മിസ്ലൽ ഫർഹി. فقال له رسول الله صلى الله عليه وسلم هل كنت تدعو بشيء او تسأله اياه. നീ അല്ലാഹുവിനോട് വല്ലതും ചോദിക്കാറുണ്ടോ, അല്ലാഹുവിനോട് നീ വല്ലതും ദുആ ചെയ്യാറുണ്ടായിരുന്നോ? قال نعم كنت اقول اللهم ما كنت معاقبي به في الاخره فعجله لي في الدنيا. അത് ഞാൻ അല്ലാഹുവിനോട് ചോദിക്കാറുണ്ടായിരുന്നു, ആഖിറത്തിലെ ശിക്ഷ, അതിനു പകരം എന്ത് ചെയ്യണം, ആ ശിക്ഷ, ഞാൻ ചെയ്ത തെറ്റുകളുടെ ആ ശിക്ഷ ഈ ദുനിയാവിൽ നീ എനിക്ക് വേഗത്തിലാക്കി തരണം എന്നുള്ളത് ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യാറുണ്ടായിരുന്നു. ഇതാണ് അയാൾ ദുആ ചെയ്തത്. ഈ ദുനിയാവെന്ന് ജീവിതത്തെ വിശുദ്ധീകരിച്ചുകൊണ്ട് നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ചെല്ലണം. അതുകൊണ്ട് അയാൾ ദുആ ചെയ്തത് എന്താണ്, ആ ആഖിറത്തിലെ ശിക്ഷ നീ എനിക്ക് ഈ ദുനിയാവിൽ വേഗത്തിൽ തന്ന് എന്നെ ശിക്ഷിക്കണം, അങ്ങനെ എന്റെ ജീവിതത്തെ ശുദ്ധീകരിക്കണം എന്നുള്ളതാണ് അല്ലാഹുവിനോട് അയാൾ റസൂലുള്ളാഹിനോട് പറഞ്ഞു. فقال رسول الله صلى الله عليه وسلم سبحان الله لا تطيقه او لا تستطيعه. سبحان الله, ഇതിന് പല ശാഖകൾ പറഞ്ഞിട്ടുണ്ട്. അയാൾ പറഞ്ഞത് കേട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, ഇതൊരിക്കലും നിനക്ക് സാധിക്കുകയില്ല. പല ശർഹകളുണ്ട്. അള്ളാഹുവിന്റെ ശിക്ഷ അത് ഈ ദുനിയാവിൽ നിനക്കത് താങ്ങാൻ നിനക്കൊരിക്കലും സാധിക്കുകയില്ല. വേറെ ചില റിവായത്തുകളിൽ കാണാം, നീ അള്ളാഹുവിനോട് ചോദിച്ചിരിക്കുന്നത് ബലാ ആണ്, നീ അള്ളാഹുവിനോട് ബലാ ആണ് ചോദിച്ചിരിക്കുന്നത്, ഒരിക്കലും നിനക്കിത് താങ്ങാനുള്ള ശേഷി ഒരിക്കലും ഉണ്ടാവില്ല. അള്ളാഹിന്റെ അദാബ് എന്ന് പറഞ്ഞ് എന്താ മനസ്സിലാക്കിയിട്ടുള്ളത്, ഇതിന് പല ഷറഹുകളുണ്ട്. അഫലാ ഖുൽത, എന്നിട്ട് ആ മനുഷ്യന് പഠിപ്പിച്ചു കൊടുത്തു, നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ അല്ലാഹുമ്മ ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ എന്നുള്ളത് നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ? എന്നിട്ട് റാവി പറയണ ഖാല ഫദഅല്ലാഹ ലഹു ഫശഫാഹു. ഈ മനുഷ്യൻ ഈ ദുആ അത് പഠിച്ചു, ഈ ദുആ അയാൾ ചൊല്ലി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഫശഫാഹുല്ലാഹ്, അള്ളാഹു അയാളുടെ രോഗം ശിഫയാക്കി കൊടുത്തു. ഈ ഒറ്റ ഹദീസിന്റെ ഷറഹിൽ ഒരുപാട് കാര്യങ്ങൾ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്.
ഒന്ന്, ഇങ്ങനെ അള്ളാഹുവിനോട് ചോദിക്കുക എന്നുള്ളത് വിരോധിക്കപ്പെട്ടതാണ്. അങ്ങനെ ചോദിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലും റഹ്മത്തിലും ഫദലിലും വിശ്വാസം ഉണ്ടാകുന്ന ഒരു സത്യവിശ്വാസിക്ക്. അതുകൊണ്ട് പരലോകത്ത് എനിക്ക് തരാൻ കരുതിയിട്ടുണ്ടെങ്കിൽ ആ ശിക്ഷ ദുനിയാവിൽ നിന്ന് തരണേ എന്നുള്ളത്, പ്രാർത്ഥിക്കുക എന്നുള്ളത് വിരോധിക്കപ്പെട്ടതാണ് എന്നുള്ളത് ഈ ഹദീസിന്റെ ഷറഹിൽ ഇമാം നബിയെ പോലുള്ള ആളുകൾ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ വിശ്വസിക്കേണ്ടത് അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലാണ്, അള്ളാഹുവിന്റെ റഹ്മത്തിലാണ്, അള്ളാഹുവിന്റെ മഹത്തായ ഫദലിലാണ്. വിരോധിക്കപ്പെട്ടതാണ് എന്നുള്ളത് ഈ ഹദീസിലുണ്ട്. രണ്ടാമത് ഇമാം നബി പറഞ്ഞു വഫീഹി ഫദലു ദുആ അല്ലാഹുമ്മ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ എന്ന ദുആയുടെ ഫദല് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തതാ, നിനക്ക് ഈ ദുആ ചൊല്ലിക്കൂടായിരുന്നു, അല്ലാഹുമ്മ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അതായത് ചൊല്ലി അവരുടെ രോഗസുഖമായി എന്നുള്ളതാണ്. ഈ റിപ്പോർട്ട് ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടാണ്. വേറെയും സുനനുകളിലൊക്കെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ ദുആയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത്. ഇനി ഇവിടെ ഹസനത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? അതിനൊരുപാട് ഷർഹുകൾ ഉലമാക്കൾ നൽകിയിട്ടുണ്ട്. ഒരുപാട് ഷർഹുകൾ. ഇവിടെ ദുനിയാവിൽ പറഞ്ഞിട്ടുള്ള ഹസനത്ത് എന്താണ്? ആഖിറത്തിൽ പറഞ്ഞിട്ടുള്ള ഹസനത്ത് എന്താണ്? ദുനിയാവിൽ പറഞ്ഞിട്ടുള്ള ഹസനത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാല്, ഇവിടെ നക്കീറയാണ് ഹസനത്തൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ. ഹസനത്ത് എന്നുള്ളത് മുഫ്രദത്താണ്, നക്കീറയാണ്. അപ്പൊ ദുആയുടെ സന്ദർഭത്തിൽ അതേപോലെ തന്നെ വേറെ ചില സന്ദർഭങ്ങളിലൊക്കെ നക്കീറ പ്രയോഗിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താ വെച്ചാല്, അത് ഇന്ന നന്മ എന്നതല്ല, ഏത് നന്മയും. ഇവിടെ ഹസനത്തൻ എന്നുള്ളത് ദ്വാന്റെ സന്ദർഭത്തിലാണ്. അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണ്, എന്തെല്ലാം നന്മകളുണ്ടോ ആ നന്മകളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് എന്ത്? ഹസനത്ത്. അതാണ് ഈ പ്രാർത്ഥനയുടെ ദ്വാന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ ഹസനത്തിന് എന്ന് ചോദിച്ചാൽ ഇന്ന നന്മ എന്ന് പറഞ്ഞിട്ടില്ല. ദുനിയാവിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഹലാലായിട്ടുള്ള എന്തെല്ലാം ഖൈറാത്തുകളുണ്ടോ, ഹസനാത്തുകളുണ്ടോ, അതൊക്കെ നമ്മൾ ചോദിക്കണം ഈ ഹസനത്തിന് എന്നുള്ള ഒരൊറ്റ പദത്തിലൂടെ. അതേപോലെ തന്നെ ആഖിറത്തിലും ഹസനത്തൻ, അവിടെ ഇതേപോലെ തന്നെ മുഫ്രദത്താണ്, നക്കിറൻ, അവിടെ ഇതേപോലെ തന്നെ ചോദിക്കുന്നത് ഹസനത്തൻ. അതുകൊണ്ട് ഇബ്നു കസീറിനെ പോലുള്ള ഉലമാക്കൾ പറഞ്ഞു, ഫൈനൽ ഹസനത്ത ഫി ദുനിയ തശ്മലു കുല്ല മത്ലൂബിൻ ദുനിയവി. ഇവിടെ ദുനിയാവിൽ ഹസനത്ത് നൽകണം എന്ന് പറഞ്ഞാൽ ദുനിയാവിലുള്ള നമ്മൾ ആഗ്രഹിക്കുന്ന എന്തെല്ലാം ഹസനത്തുകളുണ്ടോ അത് ഉലമാക്കൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഹലാലായിരിക്കണം, മശ്റൂആയിരിക്കണം. എന്നിട്ട് അദ്ദേഹം ഉദാഹരണങ്ങൾ പറഞ്ഞു. ഒന്ന്, മിൻ ആഫിയ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന, അല്ലാഹുവേ ഈ ദുനിയാവിൽ ഞങ്ങൾക്ക് ഹസനത്ത് നൽകണേ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത്, ദുആ ചെയ്യുന്നത് ഒന്ന് ആഫിയത്ത്, ആഫിയത്ത് നൽകണേ, ആരോഗ്യം നൽകണേ. വദാരിൻ റഹ്ബത്തിൻ, നല്ല വിശാലമായിട്ടുള്ള വീട് നൽകണേ. വസൗജത്തിൻ ഹസനത്തിൻ, നല്ലൊരു ഭാര്യ നൽകണേ. വരിസ്ഖിൻ വാസിൻ, വിശാലമായിട്ടുള്ള റിസ്ക് നൽകണേ. വഇൽമിൻ നാഫിൻ, ഉപകാരപ്രദമായിട്ടുള്ള ഇൽമു നൽകണേ. വഅമലിൻ സ്വാലിഹിൻ, അതേപോലെ തന്നെ സ്വാലിഹായിട്ടുള്ള അമലുകൾ ചെയ്യാനുള്ള തൗഫീക്ക്. വമർകബിൻ ഹനീഇൻ, ഒരു നല്ല വാഹനം. ഇതല്ലാത്തതും മിമ്മാ ശമിലതുഹു ഇബാറാത്തുൽ മുഫസ്സിരിൻ വലാ മുനാഫാത ബൈനഹാ ഫൈനഹാ കുല്ലുഹാ മുൻദരിജത്തുൻ ഫിൽ ഹസനത്തി ഫിദ് ദുനിയ. ഇബ്നു കസീർ ഇങ്ങനെ വിശദീകരിക്കുകയാണ്. ഇതും ഇതല്ലാത്തതും ഇതൊക്കെ ഈ ഹസനത്തിന്റെ പരിധിയിൽ പെടും. ഇതൊന്നും എന്തല്ല, ഇത് മനസ്സിലാക്കേണ്ടത് തഫ്സീറുകളിൽ ചില പദങ്ങൾക്ക് ഒന്നിലധികം വ്യാഖ്യാനങ്ങൾ കാണാം. അത് വൈരുദ്ധ്യമല്ല, പരസ്പരം വൈരുദ്ധ്യങ്ങളല്ല. അതിന് ഇഖ്തിലാഫു തവാദു എന്നും പറയും, ഇഖ്തിലാഫു തനവ്വു എന്നും പറയും. ഒന്ന് പരസ്പര വിശദീകരണങ്ങളായിരിക്കും, അതാണ് ഇഖ്തിലാഫു തനവ്വു. അപ്പൊ ഇതിൽ ചില ആൾക്കാർ എന്ത് പറഞ്ഞിട്ടുണ്ടാവും, നല്ല ഭാര്യ അല്ലെങ്കിൽ നല്ല വീട്, ഇങ്ങനെ പല വ്യാഖ്യാനങ്ങൾ. അതെന്തല്ല, വൈരുദ്ധ്യമല്ല, അതെന്താണ്, ഇതിന്റെ വിശദീകരണമാണ്. അതുകൊണ്ടാണ് എന്ത്, റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ. അപ്പൊ ഈ പറഞ്ഞ ഹസനത്തുകളൊക്കെ അതിൽ പെട്ടു. ഇതാണ് ഇബ്നു കസീർ പറഞ്ഞത്. ഹസൻ ബശീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, ഈ ദുനിയാവിലുള്ള ഹസനത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ഇൽമു വൽ ഇബാദ. എന്താ അദ്ദേഹം പറഞ്ഞത്? ഇൽമും ഇബാദത്തുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന എന്ന് പറയുമ്പോൾ അള്ളാഹുവെ ഞങ്ങൾക്ക് ഇൽമു നൽകണം എന്ന് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കണം. അതേപോലെ തന്നെ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീക്ക് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം. ഖതാദയിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം, ഫി അൽ ആഫിയത്തു ഫിദ് ദുനിയ വൽ ആഖിറ. ദുനിയാവിലെ ഹസനത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് ആഫിയത്താണ് ഉദ്ദേശിക്കുന്നത്. സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി എന്നുള്ള റിവായത്ത് അദ്ദേഹം പറഞ്ഞു, അൽ ഹസനത്തു ഫിദ് ദുനിയ അർ-റിസ്ഖു ത്വയ്യിബ് വൽ ഇൽം. ദുനിയാവിലെ ഹസനത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് അർ-റിസ്ഖു ത്വയ്യിബ്, ഹലാലായിട്ടുള്ള റിസ്ഖ്. അതേപോലെ തന്നെ
ഇൽമും. സുദ്ദിയിൽ നിന്ന് മുഖാത്തിൽ നിന്നുള്ള റിപ്പോർട്ടിൽ അരിസ്ഖുൽ ഹലാലുൽ വാസിഅ് വൽ അമലു സ്വാലിഹ്, വിശാലമായിട്ടുള്ള ഹലാലായിട്ടുള്ള റിസ്ക്കും സൽപ്രവർത്തനങ്ങളുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തിയയിൽ നിന്നുള്ള റിവായത്തിൽ കാണാം അൽ ഇൽമു വൽ അമലു ബിഹി, ഇൽമും ആ ഇൽമനുസരിച്ചിട്ടുള്ള ദുആകൾ, ഇൽമനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ റിവായത്തിൽ കാണാം. ഹസൻ ബസീർ റഹ്മത്തുള്ളാഹി പറഞ്ഞത് നമ്മൾ വായിച്ചു. ഇങ്ങനെ ഈ ദുനിയാവിൽ ഹസനത്ത് കൊണ്ട് ഇതൊക്കെ ഉദ്ദേശിക്കപ്പെടാം. ഇതെല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന സമ്പൂർണമായിട്ടുള്ള ഒരു പദാണ് ഏത്? ഹസനത്ത് എന്നുള്ളത്. അപ്പൊ അള്ളാഹുവിനോട് ഈ ദുനിയാവിലെ എല്ലാ ഖൈറാത്തുകളും നമ്മൾ ചോദിക്കണം. അപ്പൊ ഇതാണ് ദുനിയാവിലെ ഖൈറാത്തുകൾ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിക്ക് എല്ലാത്ത വ്യാഖ്യാനങ്ങളും നൽകിയിട്ടുണ്ട്. ഇനി ആഖിറത്തിൽ ഹസനത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഏറ്റവും പ്രധാനമായിട്ട് സ്വർഗം. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇമാം തബരി റഹ്മത്തുള്ളാഹി പറഞ്ഞു ഫലാ ശക്ക അന്നഹ അൽ ജന്ന, ആഖിറത്തിൽ ഹസനത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് യാതൊരുവിധ സംശയവുമില്ല അത് സ്വർഗമാണ്. കാരണം ലി അന്നമൻ യനൽഹ യൗമഇദിൻ ഫഖദ ഹുരിമ ജമീഅൽ ഹസനാത്ത്, കാരണം അന്നത്തെ ദിവസം ആ സ്വർഗം ആർക്ക് ലഭിച്ചില്ലയോ അവൻ എല്ലാവിധ ഖൈറുകളും തടയപ്പെട്ടവനായി എന്നുള്ളതാണ് ആര് പറഞ്ഞത്? ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. അല്ല, ആര്? തബരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു ഒന്നാമത്തത് ഫഅലാ ദാലിക ദുഖൂലുൽ ജന്ന, അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഉന്നതമായിട്ടുള്ളത് സ്വർഗ്ഗപ്രവേശനമാണ്. വതവാബിഹു മിനൽ അംനി മിനൽ ഫസഇൽ അക്ബർ ഫിൽ അർസാദ് വതൈസീരിൽ ഹിസാബ് വഗൈരി ദാലിക മിൻ ഉമൂരിൽ ആഖിറത്തി സ്വാലിഹ. ഇബ്നു കസീർ രണ്ടെണ്ണം കൂടി കൂടുതൽ പറഞ്ഞു. ഇബ്നു കസീർ പറഞ്ഞെന്താ വെച്ചാല് ആ പരലോകത്തിലെ അന്ത്യനാളിലെ ഏറ്റവും പ്രയാസകരമായ അവസ്ഥയിൽ നിന്നുള്ള രക്ഷ, നിർഭയത്വം. രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞു വിചാരണ വേഗത്തിലാക്കുക എന്നുള്ള അനുഗ്രഹം. അപ്പൊ നമ്മൾ അള്ളാഹുവിനോട് ഫിൽ ആഖിറത്തി ഹസന എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ വിചാരണ വേഗത്തിലാക്കണമെന്ന് ദുആ ചെയ്യുന്നുണ്ട്. അള്ളാഹു ആ ഫസഉൽ അക്ബർ, ഏറ്റവും ആ പ്രയാസകരമായിട്ടുള്ള ആ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്നുള്ളത് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആ സ്വർഗം നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, കുറച്ചുകൂടി കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു ഒന്ന്, മറ്റുള്ളവർ പറയാത്ത ഒന്ന്, വലത് കൈയിൽ വയഅതാഇൽ കിതാബ് ബിൽ യമീൻ വൽ മുറൂരി അല സിറാത്തി ബിസുഹൂല വശുർബു മിൻ ഹൗലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ അദ്ദേഹം കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഈ ഹസനത്ത് നമ്മൾ ചോദിക്കുമ്പോൾ വലത് കൈയിൽ എന്റെ കിതാബ് തരണേ എന്ന് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നുണ്ട്. ആ സിറാത്തിലൂടെ വേഗത്തിൽ കടന്നു പോകാനുള്ള തൗഫീഖ് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഹൗലിൽ നിന്ന് വെള്ളം കുടിക്കാനുള്ള തൗഫീഖ് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ചോദിക്കുന്ന ഒരു പദാണെന്ത്? ഫിൽ ആഖിറതി ഹസന. തഫ്സീർ സഅദിയിൽ അദ്ദേഹം ചില വിശദീകരണങ്ങൾ കൂടി പറഞ്ഞത് ഏത് വരെ ഇതിൽപ്പെടും? ഖബറിൽ നിന്നുള്ള രക്ഷ, അത് ഇതിൽ ചോദിക്കുന്നുണ്ട്. അതുവരെ അദ്ദേഹത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ റബ്ബന അല്ലെങ്കിൽ അല്ലാഹുമ്മ ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന എന്ന് പറയുമ്പോൾ ആഖിറത്തിൽ ഹസനയിൽ ഏതുവരെ പെടും? ആ ഖബറിലുള്ള രക്ഷ വരെ, ആ നിർഭയത്വം വരെ ഈ ദുആയിൽ ഉൾപ്പെടും എന്നുള്ളത് ആര് വിശദീകരിക്കുന്നുണ്ട്? സഅദി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നുണ്ട്. അതാണ് വഫിൽ ആഖിറതി ഹസന. ഇനി വഖിനാ അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും ചെയ്യണേ. അതെന്തുകൊണ്ട് ആവർത്തിച്ചു? വഫിൽ ആഖിറതി ഹസന എന്നുള്ളതിൽ എന്ത് പെട്ടു? അത് പെട്ടു. അത് ആവർത്തിക്കാൻ 3 കാരണങ്ങൾ പറഞ്ഞു. ഒന്ന്, അത് തൗക്കീദിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അത് ദുആഉൽ മുസ്തഖില്ല എന്നുള്ളതാണ് ഇബ്നു തൈമിയ്യനെ പോലുള്ള ആളുകൾ പറഞ്ഞത്. അത് വേറെ തന്നെ തൗക്കീദിന് വേണ്ടിയിട്ട്. വേറെ ചില ആളുകൾ പറഞ്ഞു, ഇബ്നു കസീറിനെ പോലുള്ള ആളുകൾ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഷറഹ് ഒരു നല്ല ഷറഹാണ്. അദ്ദേഹം പറഞ്ഞെന്താ വെച്ചാല് വഅമ്മൻ നജാത മിനൻ നാർ ഫഹുവ യഖ്തളി തൈസീർ അസ്ബാബിഹി ഫി ദുനിയ മിൻ ഇജ്തിനാബിൽ മഹാരിമി വൽ ആതാം വതർകി ശുബ്ഹാതി വൽ ഹറാം. എന്തുകൊണ്ട് അത് പ്രത്യേകം എടുത്ത് ചോദിച്ചു? അത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് എന്താ വെച്ചാല് നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? ദുനിയാവില് നരകത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് എന്താണ്? മിൻ ഇജ്തിനാബിൽ മഹാരിമി വൽ ആസാം, ഹറാമുകളിൽ നിന്നും തെറ്റുകളിൽ നിന്നും മാറി നിൽക്കാനുള്ള ഒരു തൗഫീഖ്. അതേപോലെ തന്നെ വതർകി ശുബ്ഹാതി വൽ ഹറാം, ഹറാമുകളും ശുബ്ഹാത്തുകളും ഒഴിവാക്കുകയും ചെയ്യണം. അപ്പൊ ഹറാമുകളും ശുബ്ഹാത്തുകളും ഒഴിവാക്കി
അതേപോലെ തന്നെ തെറ്റുകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകാനുള്ള സബബുകൾ അള്ളാഹു എന്ത് ചെയ്യണം? ഈ ദുനിയാവിൽ നമുക്ക് എളുപ്പമാക്കി തരണം. അതിനു വേണ്ടിയിട്ടാണ് വഫിൽ ആഖിറത്തി ഹസന എന്ന് പറഞ്ഞതിന് ശേഷം വഖിന അദാബന്നാർ എന്നുള്ളത് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞത്. അതാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്നുള്ള ഇബ്നു കസീർ പറയുന്നത്. അതായത് തൈസീർ അസ്ബാബി ഫിദ് ദുനിയ, സ്വർഗത്തിലേക്ക് പോകാനുള്ള കാരണങ്ങൾ, അസ്ബാബുകൾ ദുനിയാവിൽ എന്താക്കി തരണം? എളുപ്പമാക്കി തരണം. അത് എളുപ്പമാക്കി തരണമെങ്കിൽ എന്ത് ചെയ്യണം? ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കണം, ആസാമുകളിൽ നിന്ന് മാറി നിൽക്കണം, ശുബഹാത്തുകൾ ഒഴിവാക്കണം. അങ്ങനെ നമുക്ക് അള്ളാഹ് എളുപ്പമാക്കി തരണം. അപ്പോ ഒന്നുകൂടി വഖിന അദാബന്നാർ. ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വേറൊരു വ്യാഖ്യാനം എന്താ വെച്ചാല്, ചില ആളുകൾ നരകത്തിൽ പോയതിനു ശേഷമായിരിക്കും സ്വർഗത്ത് പോവുക. അപ്പൊ ആ നരകത്ത് പോകാതെ ഡയറക്റ്റ് ആയിട്ട് സ്വർഗത്തേക്ക് പോകാനുള്ള തൗഫീക്ക് അത് അള്ളാഹിനോട് വഖിന അദാബന്നാർ. അത് ഖുർത്തുബി അത്തർല ഇബ്നു തൈമിയുടെ ശറഹിലുണ്ട്, റിയാദ് സ്വാലിഹിന്റെ ശറഹിൽ അത് വന്നിട്ടുണ്ട്. കാരണം തെറ്റ് ചെയ്ത ആളുകൾ നരകത്തിൽ പോയി അതിന്റെ കാലാവധിക്ക് ശേഷം പിന്നെ സ്വർഗത്ത് പോകും, ശിർക്ക് ചെയ്യാത്ത ആളുകൾ. അപ്പൊ ആ നരകത്തിൽ പോകാൻ അള്ളാന്റെ ഫضല് കൊണ്ട് റഹ്മത്ത് കൊണ്ട് ആ പാപങ്ങൾ പുറത്തിട്ട് നേരിട്ട് സ്വർഗത്തിൽ വഖിന അദാബന്നാർ. ഇതാണ് അതിന്റെ ഷറഹായിട്ട് വിശദീകരിച്ചിട്ടുള്ളത്. ഇതല്ലാത്തതുമായ വേറെയും ഷർഹകൾ കാണാം. അപ്പൊ ഏതർത്ഥത്തിൽ നോക്കിയാലും ഒരു ജാമ്യവും മാന്യവുമായിട്ടുള്ള ഒരു ദുആയാണ് ഈ ദുആ. ദുനിയാവിലുള്ള എല്ലാ ഖൈറുകളും നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം, ആഖിറത്തിൽ